ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. 2026-27 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച രാജ്യസഭയിൽ ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറുപടി നൽകും. സമ്പദ് വ്യവസ്ഥയുടെ കരുത്തും വളർച്ചയും ത്വരിതപ്പെടുത്തുന്നതിനുള്ള വരും വർഷങ്ങളിലെ സർക്കാരിന്റെ കാഴ്ചപ്പാടുകൾ ഇന്നലെ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു. ആഗോള സാമ്പത്തിക ഭൌമ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള റോഡ് മാപ്പ് എന്ന വിഷയത്തിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഭർതൃഹരി മഹ്താബ് MP ലോക്സഭയിൽ അവതരിപ്പിക്കും. ജനുവരി 28 ആരംഭിച്ച ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം നാളെ അവസാനിക്കും. മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് രണ്ടാം ഘട്ടം. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിനാകെയും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കും സ്വാമി ദയാനന്ദ സരസ്വതി വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയതായി രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാൻ തന്റെ ജീവിതം മാറ്റിവെച്ച അതുല്യ വ്യക്തിത്വമായിരുന്നു ദയാനന്ദ സരസ്വതിയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. സാമൂഹിക പരിഷ്കരണത്തിനായുള്ള ദയാനന്ദ സരസ്വതിയുടെ ശ്രമങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് എക്കാലവും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണവും സൌജന്യ കൈത്തറി യൂണിഫോം വിതരണ പദ്ധതിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് പട്ടം സെന്റ് മേരീസ് സ്കൂളിലാണ് ഉദ്ഘാടന ചടങ്ങ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. മെയ് അവസാന വാരത്തോടെ എല്ലാ പുസ്തകങ്ങളും സ്കൂളുകളിൽ എത്തിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ അറിയിച്ചിരുന്നു. അടുത്ത അധ്യയന വർഷം മുതൽ 11ാം ക്ലാസ്സിൽ പുതിയ പാഠപുസ്തകങ്ങൾ ആയിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 79 നിയോജക മണ്ഡലങ്ങളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിലെ തന്നെ ഏക ഗോത്രവർഗ ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയിലെ 3 പോളിംഗ് സ്റ്റേഷനുകളിലെയും നോട്ടീസ് നൽകിയ മുഴുവൻ വോട്ടർമാരുടെയും ഹിയറിംഗ് നടപടി പൂർത്തീകരിച്ചു. അർഹരായ മുഴുവൻ വോട്ടർമാരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായി നിശ്ചയിച്ചതിനേക്കാൾ 2 ദിവസം മുൻപേ നടപടികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. ഈ മാസം 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം. രാഹുൽ പ്രതിയായ ആദ്യ ലൈംഗിക പീഡന കേസിലാണ് ജാമ്യം. നേമം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. നിബന്ധനകളോടെയാണ് ജാമ്യം. പത്തനംതിട്ട തിരുവല്ലയിലെ സ്പായിൽ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം നടത്തിയ ശേഷം ഒളിവിൽ പോയ 2 പ്രതികൾ പോലീസിൽ കീഴടങ്ങി. ആയപ്പറമ്പ് കാടത്ത് സാജൻ തോമസ്, മാഞ്ഞാടി ഊരേത്ര തൈമലയിൽ കിരൺ തോമസ് എന്നിവരാണ് തിരുവല്ല പോലീസിൽ കീഴടങ്ങിയത്. 6 പ്രതികളിൽ 4 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. കുംഭം 1-ആയ 13-ന് രാവിലെ 5-ന് നട തുറന്ന് പൂജകൾ ആരംഭിക്കും. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി 17-ന് നട അടയ്ക്കും. സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുന്നു. ഇന്നലെ അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി വരെ നീളും. സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ട്. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി. സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. PSC ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ ഈ മാസം 21-ലേക്ക് മാറ്റി. കേരള, MG, കാലിക്കറ്റ് സർവകലാശാലകളും ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട്. ദേശീയ പണിമുടക്ക് പത്തനംതിട്ട ജില്ലയിലെ കൺവെൻഷനുകളെയും തീർത്ഥാടകരെയും ബാധിച്ചില്ല. മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ദീപശിഖ പ്രയാണം, ശബരിമല മഞ്ഞനിക്കര തീർത്ഥാടനം എന്നിവയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തീർത്ഥാടകർ ഇന്നും ജില്ലയിലെത്തി. മാരാമൺ കൺവെൻഷനെ തുടർന്ന് കോഴഞ്ചേരി, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തുകളെ പൂർണ്ണമായി പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി. പ്രണയദിനമായ ഫെബ്രുവരി 14-ന് സപ്ലൈകോയിൽ നിന്നും കിലോയ്ക്ക് 14 രൂപ നിരക്കിൽ പഞ്ചസാര വാങ്ങാം. 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്കാണ് ഈ സൌജന്യം. 500 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് 1/2 കിലോ പഞ്ചസാര 14 രൂപയ്ക്ക് ലഭിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.